നിങ്ങളുടെ ചില മേഖലകളിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ മാത്രമല്ല ദൈവാത്മാവുള്ളവർ, നിങ്ങളും ദൈവാത്മാവുള്ളവരാ. നിങ്ങൾക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോവാ ദൈവം. എനിക്ക് ബോധ്യപ്പെടുത്തിയതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഇവിടെ വിടുതലിൻ്റെ മഴ പെയ്തിറങ്ങും. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗം മുതൽ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത്. എക്സോഡസ് ചാപ്റ്റർ 9 verse 1 and 2 വായിച്ചു കേൾക്കാം. എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം മോശയോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ വായിച്ചു കേട്ടത്. നീ ഫറവോനോട് ചെന്ന് പറയണം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം, ഇനിയും അവരെ തടഞ്ഞു വെക്കരുത്. ഇനി അവരെ എന്ന് പറഞ്ഞാൽ ഇനി അവരെ തടഞ്ഞു വെക്കരുത്. ഈ ഇസ്രായേൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. അവർ മിസ്രൈം എന്ന അടിമനുഖത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. സ്തോത്രം. അബ്രഹാമിനോട് പ്രവചനം കൊടുത്തു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പോകും, 400-ലധികം വർഷം നിന്റെ സന്തതി അവിടെ പാർക്കും. 15-ാം അധ്യായത്തിൽ വിവരണമുണ്ട്. ഉൽപ്പത്തിയിൽ വായിക്കാൻ സമയം എടുക്കുന്നില്ല, കാരണം മെസ്സേജ് വേറൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. 4-ാം തലമുറയിൽ ഒരാൾ എഴുന്നേക്കും, അവൻ തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ ശബ്ദം. അപ്പം ഇവരെ കനാൻ നാട്ടിൽ കൊണ്ടുപോകുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇവരെ ഒരു തരത്തിലും വിടത്തില്ലെന്ന് ഫറവോൻ വെല്ലുവിളിക്കുക. സ്തോത്രം. ദൈവം പറയുക, ഇനിയും അവരെ തടഞ്ഞു വെക്കരുത്, വിട്ടയക്കണം. എൻ്റെ ജനം എന്നെ ആരാധിക്കാനുള്ള സമയമായി. 2 ആശയങ്ങൾ ഇനി വാക്യത്തിൽ നിന്ന് എടുക്കുക. ദൈവം മോശയോട് പറയുക, നീ എന്ന് പറയണം, ഇനിയും എൻ്റെ ജനത്തെ തടഞ്ഞു നിർത്തരുത്. സ്തോത്രം. ഏതൊക്കെയോ മേഖലകളെ പരിശുദ്ധാത്മാവ് തൊടുകയാ. നിന്റെ ഭാവി തടയപ്പെട്ടെങ്കിൽ, നിന്റെ വാഗ്ദത്തം തടയപ്പെട്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെട്ടെങ്കിൽ, ഇന്ന് രാവിലെ ദൈവം സംസാരിക്കുക, ദൈവം കൽപ്പിക്കുക, ഇനിയും തടഞ്ഞു വെക്കരുത്. കാരണം എൻ്റെ ജനത്തിന് വിടുതൽ പ്രാപിക്കാൻ സമയമായി. ഞാനൊരു ശബ്ദം കേട്ടോണ്ടാണ് ഈ ദൂതെടുക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് പറ, ഇനിയും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ലെന്ന് പറ. Glory to God. ആരുടെയൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ചില വാഗ്ദത്ത നിവർത്തി ഉടനെ വെളിപ്പെടും. നിങ്ങൾക്കറിയാം, ചിലരുടെ ഭാവിയുടെ മുകളിൽ ഈ തടസ്സം നിപ്പുണ്ട്. സ്തോത്രം. ചില കുഞ്ഞുങ്ങളുടെ നല്ല ഫ്യൂച്ചറിനെതിരെ ഈ തടസ്സമുണ്ട്. ചിലരുടെ ഉയർച്ചയ്ക്കെതിരെ ഈ തടസ്സമുണ്ട്. ചിലർ തുടങ്ങി വെച്ചത് പൂർത്തീകരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ തടസ്സമുണ്ട്. പക്ഷെ ദൈവം പറയുക, ഇനിയും തടയരുത്. ഒരുപക്ഷെ ഈ സൺഡേ നിന്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും. ഇനിയും തടഞ്ഞു വെക്കരുത്. ഈ ജനം പുറപ്പെട്ടേ പറ്റൂ. സ്തോത്രം, സ്തോത്രം. ഞാൻ ആത്മാവിലൊരു കാഴ്ച കണ്ടോണ്ടാണ് ഈ ദൂട് എടുക്കുന്നേ. കുറേ നാളുകൊണ്ട് അനുഭവിക്കുന്ന ചില ദുരിതങ്ങൾക്ക് ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് വീഴണം. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ് ഇനിയും ആ തടസ്സത്തിന് അവിടെ സ്ഥാനമില്ല. ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാട്, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം പറയുന്നു. ചിലരുടെ മുമ്പിലെ തടസ്സങ്ങൾ ഇന്ന് വഴിമാറും. സ്തോത്രം. ഇവർക്ക് നേരിട്ട തടസ്സം എന്താണെന്ന് കേട്ടോണേ. ഇത് വാഗ്ദത്തമുള്ള ജനമാണ്. ഇവരോട് പറഞ്ഞിട്ടുണ്ട്, പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിങ്ങൾക്ക് തരാം. ഈ ദൈവദാസന്മാര് പ്രവചനാത്മാവിലും വെളിപ്പാടിലും വചനത്തിലൊക്കെ നമുക്ക് തരുന്ന 100 കണക്കിന് വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. ഈ ചില വാഗ്ദത്തവും നമ്മുടെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടത്തില്ല. അന്നേരം നമ്മൾ പറയും ഇതൊക്കെ കള്ളപ്രവചനമാണ്. അല്ല. സ്തോത്രം. 30 വർഷം മുമ്പ് എന്നോട് പ്രവചിച്ച ഒരു പ്രവചനം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് 30 വർഷത്തിന് ശേഷം ആ പ്രവചനങ്ങൾ മുഴുവൻ നിറവേറി കഴിഞ്ഞു.
നിന്റെ ബുദ്ധിശാസ്ത്രത്തിന് അപ്പുറത്താണ് ദൈവത്തിൻ്റെ ശബ്ദം. സ്തോത്രം. സാഹചര്യങ്ങളെ മാറ്റാൻ പോവാന്ന് ദൈവാത്മാവ് പറയുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവരെ ഫറവോൻ തടഞ്ഞു വെച്ചിരിക്കുക. തടഞ്ഞു വെച്ചപ്പം ഇവരുടെ അധ്വാന ഫലം മുഴുവൻ ഫറവോൻ എടുത്തു. 2, ഇവരുടെ ജീവിതം ഫറവോൻ കൈപ്പാക്കി. 3, അവരെ ഒരു നുകത്തിൻ്റെ കീഴിൽ ബന്ധിച്ചു. ദൈവം പറയാ, ഇനിയും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, ഇവരുടെ വിടുതലിൻ്റെ സമയമായി. സ്തോത്രം, സ്തോത്രം. 2 സന്ദേശം കൂടെ ഉണ്ട്. വിടത്തില്ലെന്ന് പറയുന്ന ഫറവോനും വിടുവാൻ കൽപ്പിക്കുന്ന ദൈവവും. ഏത് വിജയിക്കും? ഏത് വിജയിക്കും? വിടരുതെന്ന് പറയുന്ന ഫറവോൻ, വിടത്തില്ലെന്ന് പറയുന്ന ഫറവോൻ, വിട്ടുപോരാൻ പറയുന്ന ദൈവം. സ്തോത്രം. എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരിക, വർഷങ്ങളായി അഴിയാത്ത പല തടസ്സങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം അഴിക്കും. നിന്നെ തടഞ്ഞു വെച്ചെങ്കിൽ, നിന്നെ ഒതുക്കി വെച്ചെങ്കിൽ, നിന്നെ പിടിച്ചു വെച്ചെങ്കിൽ ഇനിയും തടയാൻ പറ്റത്തില്ല, ഒതുക്കി വെക്കാൻ പറ്റത്തില്ല, പിടിച്ചു വെക്കാം. യെസ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ വചനം പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചില മേഖലകളിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ മാത്രമല്ല ദൈവാത്മാവുള്ളവർ, നിങ്ങളും ദൈവാത്മാവുള്ളവരാ. നിങ്ങൾക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോവാ ദൈവം. എനിക്ക് ബോധ്യപ്പെടുത്തിയതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഇവിടെ വിടുതലിൻ്റെ മഴ പെയ്തിറങ്ങും. സ്തോത്രം. അതിനാധാരമായിട്ട് പുതിയ നിയമത്തിലെ ഒരു വാക്യം ആദ്യം വായിക്കാം. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, വളരെ പരിചിതമായ വാക്യമാണ്. 2-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ആദ്യം വായിക്കുന്നത്. സ്തോത്രം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസ് പറയാണ്, 1-2 വട്ടം നിങ്ങളുടെ അടുക്കൽ വരാൻ പൗലോസായ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. അപ്പൊ തടയുന്ന ആരാ? സാത്താൻ. എല്ലാവരും കൂടെ അത് പറഞ്ഞ്, തടയുന്ന ആരാ? സ്തോത്രം. ഇന്ന് അവൻ്റെ തടസ്സം മാറ്റാൻ വേണ്ടിയാ. തടയുന്ന ആരാ? സാത്താൻ. പൗലോസിന്റെ എന്തിനെതിരെ തടസ്സം വന്നേ? ആഗ്രഹങ്ങൾക്കെതിരെ. സ്തോത്രം. എന്തുവാ? 2-3 വട്ടം. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ അടുക്കൽ വരുവാൻ, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായി ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം സാധിപ്പിക്കാവുന്ന വചനം, പക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് വിരോധമായി ചില തടസ്സങ്ങൾ സാത്താൻ കൊണ്ടുവരിക. എന്നാൽ ഇന്ന് ദൈവത്തിനൊരു ദൂതുണ്ട്. നിന്റെ ആഗ്രഹത്തിനെതിരെ സാത്താൻ ഉന്നയിച്ച ആ തടസ്സം ഇന്നെൻ്റെ ദൈവം പൊട്ടിച്ചു മാറ്റണം. സ്തോത്രം. മനസ്സുകൊണ്ട് പറ, ചില തടസ്സങ്ങൾ മാറാൻ പോവുക. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ആഗ്രഹം, ഒരു നല്ല വീടുണ്ടാവണമെന്ന് ആഗ്രഹമാണ്, കുഞ്ഞിന് ഭാവി ഉണ്ടാവണമെന്ന് ആഗ്രഹമാണ്, നല്ല സഭാഹോള് പണിയണമെന്ന് ആഗ്രഹമാണ്, നാം ഈ നല്ല യാത്രയുണ്ടാകണമെന്ന് ആഗ്രഹമാണ്, ബിസിനസ്സുകാരനെന്ന് ആഗ്രഹമാണ്. പക്ഷേ അതിനെതിരെ നിൽക്കുന്ന സാത്താന്യ തടസ്സങ്ങളെ എൻ്റെ ദൈവം ഇന്ന് എടുത്തു മാറ്റട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചിലരെ തടസ്സം ചെയ്തിട്ട് 5 വർഷമായി, ചിലരെ തടസ്സം ചെയ്തിട്ട് 10 വർഷമായി, ചില തടസ്സം ചെയ്തിട്ട് അവർ ജനിച്ചപ്പോൾ മുതൽ തടസ്സമാണ്. ദൈവാത്മാവ് ഇന്ന് പറയുക, നീ ജനിച്ചപ്പോൾ മുതൽ ഈ പ്രായം വരെ എവിടെല്ലാം നിന്റെ ആഗ്രഹങ്ങൾക്ക് സാത്താൻ കൂച്ചുവലം കിട്ടോ, ദൈവാത്മാവ് പറയുക, ഇന്നത്തെ ആരാധനയിൽ ആ തടസ്സങ്ങൾ മനസ്സുകൊണ്ട് കണ്ടേ. ഇത് തടസ്സങ്ങൾ മാറുന്ന പകല. ഈ ആരാധനയുടെ നടുവില് ധനബട ബലബട ബലബട ബലബ. Oh, name of Jesus, name of Jesus. റമന ഹടബലബടബല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ വീട് എവിടെ ഇരിക്കുന്നോ അവിടെ വരെ ദൈവത്തിൻ്റെ കൈ പോവുക. ഇനി ആ തടസ്സം ആ വീട്ടിലില്ല. ചിലരുടെ അടുക്കലേക്ക് മല കയറി ദൈവം വരുന്നു. ഓ യേശുവിൻ്റെ നാമത്തില് ലതാ സിദ്ധന ഹസ്തി. ഓ സ്തുതിക്കണേ, സ്തുതിച്ചോ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, യാത്രയുടെ തടസ്സം, ഭാവിയുടെ തടസ്സം, യെസ്,
നിനക്കറിയാം ഒരു തടസ്സമുണ്ടെന്ന്. ഒത്തിരി പേര് പ്രവചിച്ചുണ്ടെന്ന്, ആരും അത് പൊട്ടിച്ചില്ല. പക്ഷെ ഇന്ന് പ്രവചിക്കുക മാത്രമല്ല, ഇന്നത് പൊട്ടിക്കൂടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ചിലരൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് അറിയാതെ ആത്മാവിലാവും. എൻ്റെ കാരണം, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വപ്നത്തിലും പ്രാർത്ഥനയിലും വെളിപ്പാടിലും പ്രവചനത്തിലും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് കോർക്കാൻ പോവുക. എന്നോട് ദൈവം പറയാം, വാക്തത്വമുള്ള നിന്നെ തടഞ്ഞു വെക്കുന്നൊരു ഫറവോനുണ്ടെങ്കിൽ വിടടാ ഫറവോനെന്ന് കൽപ്പിക്കുന്നൊരു ദൈവം. കണ്ടോ കണ്ടോ, അവിടെ 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 യെസ്, അവിടെ വ്യക്തികൾ സ്പർശിക്കപ്പെടുന്നു. അതുകൊണ്ട് അവിടെ വെള്ള ഷർട്ടിട്ടൊരു മോനിരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്റെ കുടുംബത്തിൻ്റെ തടസ്സം മാറ്റാൻ നിന്നെ ദൈവം കണ്ടേക്കുക. നീ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ട്, ഒറ്റയ്ക്കാ വന്നിട്ടുള്ളോ ജീസസ്, നീ എത്ര പരിശ്രമം നടത്തിയിട്ടും നിന്റെ ഭവനം ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് കറക്റ്റാണോ? അതെ. എന്നാൽ ഇന്ന് ദൈവം പറയുക, എന്നെ നോക്കിയേ, നിന്റെ പിതാവിൻ്റെ കാലത്ത് വീണ ഒരു തടസ്സം നിന്റെ വീടിനെ മുഴുവൻ മതിൽ കെട്ടുന്ന പോലെ തടഞ്ഞു നിർത്തിയിരിക്കുക. അത് നിന്റെ വിദ്യാഭ്യാസത്തെ തടഞ്ഞു, അത് നിന്റെ ജോലിയെ തടഞ്ഞു, നിന്റെ ഭാവിയെ തടഞ്ഞു. എന്നാൽ ഇന്ന് ദൈവാത്മാ പറയാ, ഈ ജനത്തിന്റെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി നിന്റെ തടസ്സം ചിലർക്ക് ആത്മാവിൽ ബോധ്യപ്പെടുക, ആ തടസ്സം ഇന്ന് പൊട്ടും, ആ തടസ്സം ഇന്ന് പൊട്ടും, തടസ്സം ഇന്ന് പൊട്ടും. വാക്തത്വമുള്ള നിന്നോടാ ദൂത്. ദൈവം പറയുക, ഇനി ഇവരെ തടയരുത്. അനിപ്പാസല്ല പ്രസംഗിക്കുന്ന ദൈവം പറയുന്നു, ഇനിയും എൻ്റെ ജനത്തെ, ഇനി എൻ്റെ ജനത്തെ ഇനി എൻ്റെ ജനത്തെ, ഇനി എൻ്റെ ജനത്തെ പല മന്ത്രക്കെട്ടുകളും ഇന്ന് അഴിയും. നിന്റെ എതിരാളി സൃഷ്ടിച്ച തടസ്സം മോനെ, നിന്റെ തടസ്സം ഇന്ന് പൊട്ടിയാൽ, പൊട്ടിയിട്ടില്ല പക്ഷെ പൊട്ടു ഇപ്പം. ജീസസ് എന്തോ ചെയ്യുവാണ് മോൻ? സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുക. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ജോലി കിട്ടിയിട്ടില്ല. ജീസസ്, നിങ്ങളുടെ വീട് ഒരു വലിയ അന്ധകാരമുണ്ട്. അതെപ്പോഴാണ്? നിന്റെ അപ്പൻ്റെ കാലത്ത് വന്ന ഈ കാറ്റ് റബ്ബറും തോട്ടത്തിൽ കയറിയാൽ ഒരു മരത്തെ അങ്ങോട്ടും പിരിക്കും, ഒരു മരത്തെ അടിച്ച് ഇങ്ങോട്ടും പിരിക്കും. അങ്ങനെ ഒരു കാഴ്ചയാണ് കണ്ടേക്കുന്നത്. അതിൻ്റെ നടുക്കുന്ന് നീ എന്ന മരം ഇങ്ങനെ കയറി വരുക. പക്ഷെ ഇങ്ങോട്ട് നോക്കി, നമുക്ക് ഈ അപ്പൻ്റെ ലാളനെ അമ്മയുടെ ലാളനെയൊക്കെ കേട്ട് വളരുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? അല്ലേ? പക്ഷെ ആ ലാളനെ അങ്ങോട്ട് കിട്ടുന്നില്ല. ജീസസ്, നിന്റെ വീടിനകത്ത് ഈ തകർക്കുന്ന സ്പിരിറ്റാണ് മൊത്തം തടസ്സമല്ലേ? അതെ. ജീസസ്, വീട്ടിലുള്ളവരും തമ്മി തമ്മി തടസ്സമല്ലേ? പപ്പായും അമ്മയും ഡിവോഴ്സ്. ജീസസ്, എന്നോട് ദൈവം പറയുക, നിന്റെ കുടുംബത്തിന് വീണ തടസ്സം പൊട്ടിക്കാൻ നിന്നെ കണ്ടേക്കുവാ. ഇന്നൊരു അഭിഷേകം നിന്റെ സിര. സ്തുതിക്കണേ, സ്തുതിച്ചോണം.
ഇന്ന് ചില ശരീരത്ത് കയറിയ ദുരാത്മാവ് ഇന്ന് തടസ്സം പൊട്ടിക്കുമ്പോ ദേഹത്തുനിന്ന് ഇറങ്ങിപ്പോവും. ശുശ്രൂഷകന്മാർ റെഡി ആയിക്കോളാം. ഒരു അഗ്നിയുടെ ശുശ്രൂഷ വെളിപ്പെടാൻ പോവാ. നിന്റെ മണ്ണിനകത്തുനിന്ന് തടസ്സം, നിന്റെ വീടിനകത്തുനിന്ന് തടസ്സം, നിന്റെ തടസ്സം പൊട്ടുന്നു. യെസ്, തടയരുത്, എന്റെ ജനത്തെ തടയരുത്. ഫറവോനെ, നീ ഫറവോന തടയരുത്. എന്നെ നിങ്ങൾ ഇച്ചോടെ ശ്രദ്ധിച്ചിരുന്നേ. സ്തോത്രം. ഇവിടെ കണ്ണാടി വെച്ച വെള്ള ഷർട്ടിട്ടൊരു അച്ഛൻ ഇരിപ്പുണ്ട്. കണ്ണാടി വെച്ച വെള്ള അച്ഛൻ ഒന്ന് എഴുന്നേറ്റോ. ആ തലയെടുപ്പുള്ള അച്ഛൻ. ആ അച്ഛൻ തന്നെ. ഗ്ലോറി ടു ഗോഡ്. നിനക്ക് മുമ്പിൽ പാതകളൊക്കെ ദൈവം നേരെയാക്കി തരാൻ പോവാ. നീ ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്ത ചില ക്രമീകരണങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് നടക്കാൻ പോവാ. മഞ്ഞ് പെയ്യുന്ന പോലെ. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ടേ. പക്ഷേ ബൈബിളിലുള്ളൊരു വാക്യം പറയാം കേട്ടോ. മനസ്സിലായില്ല പിന്നെ എന്നോട് ചോദിക്കണം. സാത്താൻ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തണുപ്പുള്ള നീരോട്ടമുള്ള സ്ഥലം തപ്പി നടന്നെന്ന. സ്തോത്രം. ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് തണുപ്പും നീരോട്ടമുള്ള ചില സ്ഥലത്തോട്ട് ദുഷ്ടശക്തികൾ ഇറങ്ങി നടക്കും. അതോടെ നിന്റെ വീടിന് വിടുതല. അതോടെ നിന്റെ ഗ്ലോറി ഗ്ലോറി റബന ഹഡബല ബലബട. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓ ജീസസ്. ചില വീടുകൾക്കകത്ത് വലിയ ദൈവപ്രവർത്തികൾ നടക്കുക. മനസ്സുകൊണ്ട് പറഞ്ഞ് തടസ്സങ്ങൾ മാറാൻ പോവാന്ന് പറഞ്ഞ് ഇന്ന് തടസ്സമുള്ള എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഓ യേശുവിൻ്റെ നാമത്തിൽ. ഓ ജീസസ്. എനിക്കറിയത്തില്ല, ഇവിടെ ദൂതെടുക്കുമ്പോൾ അങ്ങ് കോഴിക്കാനം വരെ ദൈവപ്രവർത്തി ഇറങ്ങി ചെല്ലുക. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് കോഴിക്കാനം വരെ. യെസ്. വലിയ ദൈവപ്രവർത്തി നടക്കാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്ത് ചിലർ സൃഷ്ടിച്ച തടസ്സം. നിനക്ക് ചില വ്യക്തികളെ വരെ അറിയാം. പക്ഷെ നിനക്ക് അവരോട് വൈരാഗ്യം വേണ്ട, 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 വേണ്ട. ഗ്ലോറി. ആ ആൻറ്റി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ആ പച്ച ഷാളി ചുറ്റിയ ആൻറ്റി. ജീസസ്, ജീസസ്. പക്ഷേ ഇന്ന് ചൊവ്വ ആ പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ആ പുള്ളിക്കാരൻ ഇന്ന് വലിയ വിടുതൽ കിട്ടും. ജീസസ്. ഭയങ്കര ഹാർട്ടിന് ബ്ലോക്കായിരുന്നു. അത് ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുക. അതേ ഒരു കോണ്ടാക്ട് ആവും. എന്നോട് ദൈവം പറയാ, പാത ദൈവം നേരെയാക്കാൻ പോവാ. ജീസസ്. ഉയർന്ന മലമുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചേ. ജീസസ്, ജീസസ്. ഈ ടണലിന്റെ വർക്കായിരുന്നു. മല തുരന്നെടുക്കുന്ന ഒരു വർക്കായിരുന്നു അദ്ദേഹത്തിന്. എന്നെ ദൈവം കാണിക്കുക, നീ ഇങ്ങനെ ഉയർന്നൊരു മലമുകളിൽ നിന്ന് നിന്റെ ലൈഫിനെ തകർക്കുന്ന ഒരു തടസ്സം നിന്റെ മേൽ വന്ന് വീണു. ഇന്ന് ഈ ദൂത് പറയുമ്പോൾ അത് പൊട്ടുക. ഭയങ്കര വെളിപ്പെടുത്തൽ ഭരിച്ചു. പാസ്റ്ററെ കൈവച്ചോ. ആ വീട്ടിലെ കണ്ണീരൊപ്പാൻ പോവാ ദൈവം. ആ വീട്ടിലെ കണ്ണുനീര് പ്രാർത്ഥിച്ചോ. റബല ഹസ്തര പ്രഭ. ആ കണ്ണീര് ഒരു രോഗം ശരീരത്തോണ്ട് ഇപ്പൊ സൗഖ്യമാവുക. ഓ ജീസ. അവരുടെ വീടിനകത്ത് ഒരു കല്യാണ വീട് പോലെ ആ വീട് ഭയങ്കര ദൈവപ്രവർത്തിയുടെ കരം ഞാൻ വെളിപ്പെടുത്തുക. തടസ്സങ്ങൾ പൊട്ടും. ഞാനിവിടെ ഇറങ്ങാൻ പോവാ. തടസ്സങ്ങൾ പൊട്ടും. ഇനി അനുഭവിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല പാസ്റ്റർ. ഈ മാസത്തെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ഈ മാസത്തെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ആ ഭയം മാറാൻ പോവാ. നിനക്കിപ്പോ ഒരു രോഗസൗഖ്യം ദൈവം തരും.
കാരണം ഒരു രോഗം നിന്നെ ഇങ്ങനെ തകർക്കാൻ നോക്കിയിരിക്കുക. അത് നിന്നെ ദണ്ണിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ഇന്ന് പകൽ നിന്റെ ശരീരത്തെ ഈ കൊട്ട കൊണ്ട് ഒരാളെ മൂടി വെച്ചാൽ അതുപോലെ നിന്നെ മൂടി വെച്ചേക്കുക. നിന്നെ പല രാത്രി സാത്താൻ വന്ന് ആക്രമിക്കും. നീ പാമ്പുകളെ കൂടെ കൂടെ സ്വപ്നം കാണും. സർപ്പത്തിന്റെ ഉപദ്രവമാണ് നിന്നോട്. എന്നാൽ ഇന്ന് ആ സർപ്പശക്തിയെ ഇവിടെ ശരീരം തടസ്സങ്ങൾ മാറുന്നു. മോളെ, നീ ഒന്ന് എഴുന്നേറ്റ് നിന്നു. നിന്റെ തടസ്സങ്ങൾ മാറുന്നു. നിന്റെ വീടിന്റെ തടസ്സം. എന്നോട് ദൈവം അവിടെ നിന്നപ്പോ പറഞ്ഞു, നീ ഇവളോട് ചെന്ന് പറ, നിന്റെ വീടൊരു ബഥേലാകാൻ പോവാ. നിന്റെ വീട് ഒരു ബഥേലാകാൻ പോവാ. ചെന്നടിയാണോ ഗ്ലോറി? എന്നോട് ആ സ്റ്റേജ് എന്നപ്പോൾ യേശു പറഞ്ഞു, ഈ പച്ചശാൽ ഇട്ടവളെ എഴുന്നേൽപ്പിച്ച്, എന്നിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് ചെന്ന് പറ, അവിടെ വീട് ഒരു ബഥേലാകാൻ പോവാ. അവര് ഭാര്യയും ഭർത്താവുക. ഞാനൊരു വെളിപ്പാട് പറയാം, നീ എവിടെ ചെന്നിരുന്നാലും യേശുവിന്റെ നാമത്തിൽ 7 വർഷം പുറകിലോട്ട് ദൈവാത്മാവ് പോകുന്നു. 7 വർഷം പുറകിൽ വീണ കുരുക്കുകൾ അടുത്ത 7 മിനിറ്റിനകത്ത് നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു പോവും. ഇന്ന് ഇടുക്കി വരെ വിടുതൽ വ്യാപരിക്കുക. കോട്ടയം തൊട്ട് ഇടുക്കി വരെ. ശ്രദ്ധിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. അടുത്തൊരു 30 മിനിറ്റ് കൊണ്ട് ഭയങ്കര കാര്യം ഇവിടെ നടക്കണം. മനസ്സുകൊണ്ട് പറഞ്ഞേ, തടസ്സം മാറുമെന്ന് പറ. തടസ്സം മാറും, തടസ്സം മാറും. റോബിൻ പാസ്റ്റർ ഇതിലെ കൊണ്ടപ്പെട്ട ക്യാമറയുടെ അപ്പുറത്ത് ചെക്ക് ഷർട്ടിട്ട പുള്ളിയുടെ തലയെ കൈവച്ചേ. ഇന്ന് പുള്ളിക്ക് ഒരു വിടുതൽ നടക്കുന്ന കർത്താവ് എന്നെ കാണുക. ജീസസ്. കാട്ടുവള്ളി ഇങ്ങനെ വെക്ക, തലയെ കൈവെക്ക. അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ അവൻ്റെ ഭാവി. ഞാൻ വീണ്ടും എന്നെ കർത്താവ് കാണിക്കാം. ഇന്ന് കോട്ടയം തൊട്ട് ഇടുക്കി വരെ, ഇടുക്കി വരെ. യെസ്, യെസ്. സ്വോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ശുശ്രൂഷിക്കാൻ പോവാ. നിങ്ങളുടെ അടുക്കൽ 2-3 വട്ടം വരണമെന്ന് പൗലോസായ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ സാത്താൻ എന്നെ എന്ത് ചെയ്തു? എന്നോട് ദൈവം പറയുക, ചില ആഗ്രഹങ്ങൾക്ക് ആൻറ്റി ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചു, കറുത്ത ഷാളിട്ട് നിങ്ങളുടെ അടുക്ക കർത്താവ് വന്ന് നിൽക്കുക. ആഗ്രഹം നിറവേറാത്തത് നിമിത്തം ഭയങ്കര നിരാശ മനസ്സിൽ വീണ് കിടക്കുക. ശരിയാണെന്നാ ഞാൻ പറയുന്നേ? ഒന്ന് എഴുന്നേറ്റോ. എന്നോട് ദൈവം പറയുക, എന്നാൽ നിന്റെ ആഗ്രഹത്തിന്മേൽ കിടക്കുന്ന തടസ്സം ഇന്ന് കർത്താവ് മാറ്റും. ഇന്ന് കർത്താവ് മാറ്റും. അടുത്ത ചില ദിവസത്തിനുള്ളിൽ ചില ആഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ഫുൾഫിൽ ചെയ്യും. ഇങ്ങനെ പോയ പ്രസംഗം നടക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഈ പ്രസംഗം രണ്ടും കൂടെ പോട്ടെ. എനിക്കെന്തോ കർത്താവിൻ്റെ ആത്മാവ് വലിയ ബോധ്യം തരിക, തടസ്സം മാറിയേ പറ്റൂ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് തടസ്സം മാറണമെന്ന്?
മൊത്തം പേര് റെഡി. എന്നാൽ ഇന്ന് ഈ ദൂതിലൂടെ പോവാ. എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ജീസസ് നിന്റെ തടസ്സം മാറും, നിന്റെ തടസ്സം മാറും, അതിൻ്റെ സമയമായി. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, തടസ്സം മാറാൻ സമയമായെന്ന് പറയാം. ഇപ്പം പൗലോസിൻ്റെ ആഗ്രഹത്തിന് എന്ത് ചെയ്തു? ഒരു തടസ്സം ഉണ്ടായി. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 37-ാം അധ്യായം എടുത്തേ, 2-ാമത്തെ തടസ്സം 19-20 വാക്യങ്ങൾ വായിച്ചേ. വളരെ പരിചിതമായ വാക്യം. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ നാം അവനെ കൊന്നൊരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞെന്ന് പറയാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഈ എല്ലാ മനുഷ്യനും നല്ല ഭാവി തരുന്നത് ദൈവമാണ്. ആണോ? ഒരു വിശ്വാസം പറയാം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചിട്ട് നിനക്ക് നല്ല ഭാവി ഉണ്ടാവുമെന്ന് പറയാം. ഒന്ന് അനുഗ്രഹിച്ചേ. അവിടെ പുറകിലെങ്ങും ആരും നോക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ വൈരാഗ്യമുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് കൈ കൊടുത്തേച്ച് പറ, നിനക്ക് നല്ല ഭാവിയാന്ന് പറ. മോനെ എന്നെ നോക്കി പറ, നിങ്ങൾക്ക് നല്ല ഭാവിയാ. എന്നെ നോക്കിയെന്ന് പറയുന്നേ. അങ്ങനെ യോസഫിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒത്തിരി ചേട്ടന്മാരുണ്ട്, അവരെ പോലെ അല്ല നീ വ്യത്യസ്തനാണ്. നീ ആരാകുമെന്ന് ഇന്ന് രാത്രി ഞാൻ കാണിക്കുമെന്ന് നീ പറഞ്ഞോണം. നാളെ രാത്രി പിന്നെയും കാണിക്കും. സ്തോത്രം. ആദ്യ രാത്രി കാണിച്ചു, ഒരു വയലാ കാണിച്ചു പറഞ്ഞു, വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. എത്ര കെട്ടാൻ നോക്കിയിട്ടും നിന്റെ കറ്റ കെട്ടാൻ പറ്റുന്നില്ല. കെട്ടാൻ വരുമ്പം കറ്റ ജമ്പ് ചെയ്യുക, കെട്ടാൻ പറ്റുകയില്ല. സ്തോത്രം. ചേട്ടന്മാരോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, നിങ്ങളെല്ലാം കൂടെ എൻ്റെ കറ്റ കെട്ടാൻ വന്നു, എൻ്റെ കറ്റ ജമ്പ് ചെയ്തു. ചേട്ടന്മാർ പറഞ്ഞു, ഇവനെ വളർത്തിയാലേ കുഴപ്പമാ. രാത്രി ഉറങ്ങിയ പുള്ളി പറഞ്ഞു, ഇന്നും കണ്ടു. എന്തുവാ കണ്ടേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നു. അപ്പൊ അവർ പറഞ്ഞു, ഇവനെ ഒട്ടും വളർത്താൻ കൊള്ളുകയില്ല. ഈ ചിലരാന്നല്ലോ, ചിലർ വളരണോ വളരണ്ടായോ എന്ന് തീരുമാനിക്കുന്ന റിമോട്ട് കൺട്രോൾ ചിലരുടെ കയ്യിലല്ലയോ. തമ്പുരാനത് ഒടിച്ച് കയ്യിലോട്ട് കൊടുത്തു. നീ വളരണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന പഞ്ചായത്തുകാരല്ല. നീ വളരണോ വേണ്ടോ തീരുമാനിക്കുന്ന ദർശനത്തെ കുടിച്ചിടുന്നവനല്ല. നിനക്ക് ദൈവം ദർശനം തന്നെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. മനസ്സിലാകുന്നവരെ ദൈവത്തെ സ്തുതിച്ചോണോ. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണല്ലേ. ഒരു ദിവസം ഇവനെ ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കിയിരിക്കുക. എന്നിട്ട് അവനെ എന്ത് ചെയ്തു? ഒരു പൊട്ട കുഴിക്കകത്ത് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു കഥയുണ്ടാക്കാം. ഭയങ്കര കഥകൃത്തുക്കളാണ് അവർ. കഥയുണ്ടാക്കാൻ ഇതുപോലെ ഉസ്താദുകൾ വരും. അവർ കഥയുണ്ടാക്കിച്ച് പറഞ്ഞു, ഇവൻ്റെ ഉടുപ്പ് കീറുന്നതൊക്കെ വേറെ ഷേപ്പിലാണ്. ഈ മൃഗങ്ങൾ കടിച്ച് കീറിയ പോലെ കീറി ചോരയ്ക്കകത്ത് മുക്കി കുടഞ്ഞ ചപ്പൻ്റെ അടുക്ക കഥയൊക്കെ എഴുതി. അവർ വിചാരിച്ച ഇതോടെ യോസഫ് തീർന്നെന്ന്. അല്ല, അവൻ്റെ ഭാവിയുടെ സ്വപ്നം കൊടുത്ത ദൈവം. അങ്ങനെ അന്ന് ഈ ഇതിനകത്തൊരു ദൂതുണ്ട്. നിന്റെ ഭാവിക്കെതിരെ ഒരു തടസ്സമുണ്ട്. ഒന്നാമത്തെ ദൂത് നിന്റെ ആഗ്രഹത്തിനെതിരെ തടസ്സം. നിന്റെ ഭാവിക്കെതിരെ തടസ്സം. എന്നോട് ദൈവം, ആ തടസ്സം മാറ്റുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനൊരു ഒരു വിശ്വാസം എൻ്റെ കൂടെ ചേർന്ന് പറയാമോ? റെഡിയാണോ നിങ്ങൾ? ഒരു വിശ്വാസം പറയാമോ? റെഡിയാണോ? സ്തോത്രം. അങ്ങനെ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, ഇനി എൻ്റെ ഭാവി ആകേണ്ടതുപോലെ ആകുമെന്നൊന്ന് പറ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. നിന്നെ കൊണ്ട് ഭിക്ഷപാത്രം എടുപ്പിക്കുമെന്ന് പറഞ്ഞവൻ ഭിക്ഷപാത്രം എടുക്കും. ഉണ്ടെന്നില്ല. നിന്നെ കൊണ്ട് ഇരക്കിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവൻ ഇരക്കുന്നവനാകും. നിന്റെ ഭാവിയുടെ തടസ്സം എന്നോട് പരിശുദ്ധാത്മാ പറയുക, ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ ഭാവിയുടെ തടസ്സം.
നോക്കിയേ, ഒത്തിരി സാധ്യതകളുണ്ട്, പക്ഷെ ഒന്നും ആകാൻ പറ്റുന്നില്ല. ഒത്തിരി വിദ്യാഭ്യാസമുണ്ട്, ഒന്നും ആകാൻ പറ്റുന്നില്ല. ഒത്തിരി കഴിവുണ്ട്, ഒന്നും ആകാൻ പറ്റുന്നില്ല. ദൈവം പറയുക, ഇന്ന് ആ തടസ്സം വെട്ടിമാറ്റിയിട്ട് നിന്നെ ആകേണ്ടതുപോലെ ആക്കാൻ എന്നോട് ദൈവം എന്നെ കാണിക്കുക. ചിലർക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയ ഇരിപ്പിടം ഇന്നും ആരും ഇരിക്കാതെ അവിടെ കിടക്കുക. നിന്നോടുള്ള വാഗ്ദത്ത പ്രകാരം നിനക്ക് വേണ്ടി ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ പോവുക. അങ്ങനെ ഒരു തസ്തിക ഇല്ല. ഒരിക്കൽ ഒരു രാജ്യത്തുനിന്ന് 14,000 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുക. അപ്പോൾ പുള്ളി എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ജോലി പോയി. ഞാൻ ചോദിച്ചു, എന്തുവാ? ലിസ്റ്റിനകത്ത് എൻ്റെ പേരുണ്ട്. ഞാൻ പറഞ്ഞു, പറഞ്ഞ പുതിയ ജോലി കിട്ടും. പറഞ്ഞു, അങ്ങനല്ല, അയ്യോ വീട് ഇത്ര, ലോൺ ഇത്ര, കടവ് ഇത്ര ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ കരച്ചിൽ നിർത്തോ, ജോലി തിരിച്ചു കിട്ടാൻ വഴിയുണ്ട്. എന്തുവാ? ലിസ്റ്റിനകത്ത് എൻ്റെ പേരില്ലെന്ന് പറയണം. പക്ഷെ പേരുണ്ട്, പക്ഷെ പേരില്ലെന്ന് പറയണം. പിന്നെന്താ പറയണം? പിന്നെ പറയണം, എനിക്ക് വേണ്ടി ഇല്ലാത്തൊരു തസ്തിക അവിടെ ഉണ്ടാവുമെന്ന് പറയണം. ഉണ്ടെന്നില്ല. ആ കമ്പനി ക്ലോസ് ചെയ്യുക. 3600 പേരെ തിരിച്ചുവിടുക. 3 ഘട്ടമായിട്ട്. ആദ്യത്തെ ഘട്ടത്തിലാണ് ഇവന്റെ പേര് കിടക്കുന്നത്. ഓരോരോ ഗ്രൂപ്പ് വിടുക. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഈ ആഴ്ച ആദ്യഘട്ടം പോകുന്നവരുടെ പേര് ഒന്നുകൂടെ വരും. ഞാൻ പറഞ്ഞു, അതിനകത്ത് നിന്റെ പേരില്ല. എൻ്റെ പേരില്ല. ഞാൻ പറഞ്ഞാൽ, ഞാനീ പറയുമ്പം പറയുക, നീ എന്നെ കണ്ടിട്ട് പോലുമില്ല. ആകെ നീ ഒരു ഫോൺ കോളിലുള്ള ബന്ധമാണ്. നീ ഒന്ന് മുട്ടയെന്ന് വെച്ച് പറ, പേരില്ല. ഒരാഴ്ച കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, പേരില്ല. അതെന്നാ? ഞങ്ങളുടെ സെക്ഷൻ പൂർത്തിയാക്കിയപ്പം എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഒരു ഓഫീസ് മാത്രം വെച്ച് എനിക്ക് മാത്രം. വാക്കിൻ്റെ പവർ അവർ, മരണവും ജീവനും, ബാക്കി പറ, നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ജീസസ് വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് അവൻ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗി പറയുക, അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാവും. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആരുടെയും വീട്ടിൽ നടക്കാത്ത അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കും. വിശ്വസിക്കോ? ആരുടെ ലൈഫിൽ നടക്കാത്ത അത്ഭുതം ഇപ്പം കൊല്ലം 6 ഇപ്പോഴും പുള്ളി ആ കമ്പനി ജോലി ചെയ്യുക. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇനി ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്നാ? ലോണെല്ലാം തീർന്നു. ഭാര്യ പറയുന്ന ഇനി ഈ നാട്ടിൽ വരണമെന്നാണ്. പക്ഷെ കമ്പനി പറയുന്ന 3 കൊല്ലത്തേക്ക് വിടത്തില്ലെന്ന്. കാരണം നീ ഉണ്ടേലേ അത് ക്ലോസ്. അന്ന് ഈ പ്രാർത്ഥിച്ചൊരു സ്ഥലത്തിരുത്തിയതാ. ഫറവോനൊരു രണ്ടാമത്തെ ഫറവോൻ ഇല്ല. പക്ഷെ യോസഫിന് വേണ്ടി അങ്ങനെ ഒരു തസ്തിക ഉണ്ടാവുക. നിങ്ങൾ വചനത്തെ വിശ്വസിക്കണം. ഇവിടെ ഒഴുകുന്നത് വചനമാണ്. നിന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടാത്തൊരു പോസ്റ്റ് നിനക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. രണ്ടാമത്തെ ദൂതം നിന്റെ ഭാവിയുടെ തടസ്സം. ആ കരങ്ങൾ ചേർത്തടിച്ചൊന്ന് ആരാധിച്ചേ. ഭാവിയുടെ തടസ്സം മാറണമെന്ന് ഇതിലൊക്കെ ഒന്ന് പിടിക്കുന്നത് നല്ലതാ. Glory. Glory to God. Glory to God. എനിക്ക് ദൈവാത്മാവ് ദൂത് തരുക. ഇനി തടസ്സം പൊട്ടിയാൽ നിന്റെ സന്തതി മതി നിന്റെ വീടിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ. ഇവിടെ നീ ദൂത് കേൾക്കുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കുടുംബത്തോട് അസൂയ മൂത്ത്
നിന്റെ കുടുംബത്തോട് എതിരായിട്ട് ചിലർ കൊണ്ടിട്ട തടസ്സം അതൊന്ന് പൊട്ടട്ടെ, അതൊന്ന് പൊട്ടട്ടെ. ഇന്ന് പ്രസംഗം കുറഞ്ഞാലും വേണ്ടുകാരാ. ഇവിടെ വിടുതൽ നടക്കണം, ഇവിടെ വിടുതൽ. ലൈവിൽ കാണുന്നവന്റെ വീട്ടില് വിടുതൽ. വൃക്ഷങ്ങൾ ഒടിഞ്ഞമരുന്ന പോലെ പൈശാചിക മണ്ഡലങ്ങൾ ഒടിഞ്ഞമരുന്നു. നിന്റെ വീടിനെ തടസ്സപ്പെടുത്തിയ ഹോളി സ്പിരിറ്റ് ഇന്ന് തടസ്സം പൊട്ടിയാൽ ഇന്ന് തന്നെ വിടുതല്. അമ്മേ പ്രാർത്ഥിച്ചോ നിന്റെ വീടിനകത്ത്. നീ പ്രാർത്ഥിച്ചോ ഒരു ജയത്തിന്റെ കൊടി. ഹോളി സ്പിരിറ്റ് ആളിക്കത്തുന്ന തീ പോലെ പൊട്ടട്ടെ, അത് പൊട്ടട്ടെ. ആ തടസ്സം തടസ്സങ്ങൾ പരിശുദ്ധാത്മാവേ, ആ തടസ്സങ്ങൾ പൊട്ടട്ടെ. അത് പൊട്ടട്ടെ. ആ തടസ്സം നിന്റെ കുടുംബത്തെ ബാധിച്ച വിടുതലിന്റെ ശബ്ദം. ഹോളി സ്പിരിറ്റ് നിനക്ക് വിടുതല, നിനക്ക് വിടുതല, നിനക്ക് വിടുതല. ഒരു ഭയങ്കര അഭിഷേകം. ആ തടസ്സം ആഭിചാരങ്ങൾ പൊട്ടുന്നു, മന്ത്രവാദങ്ങൾ, നേർത്ത ശക്തികൾ. ശ്രദ്ധിച്ചിരിക്കണം. ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, കാലപ്പഴക്കം ചെന്ന തടസ്സങ്ങളെ ഇന്ന് ദൈവവചനമെന്ന വാള് അകത്തു കയറി. ഇന്നലെ നാളെയും തമ്മിലൊരു വ്യത്യാസം നീ കാണും. ഇന്നലെ നാളെയും തമ്മിലൊരു വ്യത്യാസം. എന്നോട് ദൈവം പറഞ്ഞ ആ തടസ്സം പൊട്ടുന്നു. പറയട്ടെ, ഒന്ന് നിന്റെ ആഗ്രഹങ്ങളുടെ തടസ്സം പൊട്ടുക. രണ്ട് നിന്റെ ഭാവിയുടെ തടസ്സം പൊട്ടുന്നു. എന്നോട് കർത്താവ് പറയാ, നിന്റെ സന്തതിക്ക് ചില രാജ്യങ്ങളിൽ PR ആകാൻ പോവാ. യോസഫിന്റെ അപ്പൻ മിസ്രൈമിൽ പോയി ഫറവോനെ അനുഗ്രഹിച്ച പോലെ നീ ചില രാജ്യത്ത് പോയി ചിലരെ അനുഗ്രഹിക്കും. ഭാവിയുടെ തടസ്സം,
ഭാവിയുടെ തടസ്സം. ഭാവി ആ എഴുന്നേറ്റ് നിൽക്കുന്ന മോക്ക് മൊത്തം തടസ്സമാ. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സം അടന്നു വീഴുന്നു. മൂന്ന്, ഈ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വാം. വചനം അടുത്ത ദിവസം പ്രസംഗിക്കാലോ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം സെഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. സെഖരിയ പ്രവചനം 4-ാം അധ്യായം 6 മുതലുള്ള വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവനിയോഗപ്രകാരം ആലയത്തിന്റെ പണി തുടങ്ങി. 16 വർഷം പണി തടസ്സപ്പെട്ടു. ആലയം എന്ന പദം ഞാൻ അവിടെ ഇപ്പം തൊടുന്നില്ല. തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കപ്പെടുത്താൻ പറ്റാത്ത തടസ്സം. അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ. സെരുബാബേലും മടുത്തു, പണിയാൻ ഇറങ്ങിയവനും മടുത്തു. ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുമ്പം സെരുബാബേലിനോട് പറയുക, ഇതിൻ്റെ പണി തുടങ്ങാൻ പോവുക. അത് സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ. നീ തുടങ്ങി വെച്ചത് വഴിയിൽ ബ്ലോക്കായെങ്കിൽ ഇന്ന് നിനക്ക് മുമ്പിൽ തുടങ്ങി വെച്ചതിന്മേൽ വീണ തടസ്സം ദൈവം പൊട്ടിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ. ഒരു ചോദ്യം. എന്റെ ജനത്തിന്റെ മുമ്പിൽ 16 വർഷമായി തലപൊക്കി നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാടാ? നീ സമഭൂമിയായി തീരും. കണ്ടോ, ഇപ്പോൾ നീ പർവ്വതം പോലെ തലപൊക്കിയ തടസ്സം എന്റെ ആത്മാവ് ഇറങ്ങാൻ തുടങ്ങിയാൽ അത് സമഭൂമി. യാക്കോബേ, പുഴുവായ യാക്കോബേ, ഒരു മെതിവണ്ടിയെ പോലെ നിന്നെ കയറ്റി വിടാൻ പോവുക പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കാൻ. എഴുതിയിട്ടോ ഇന്ന് തുടങ്ങി വെച്ചതിൻ്റെ പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് വാദിച്ച വാദം ഇന്ന് ഫുൾ സ്റ്റോപ്പ് വീഴണം. ദൈവം പറയുക, സെരുബാബേലിന്റെ കൈ അതിന് അടിസ്ഥാനമിട്ടെങ്കിൽ ബാക്കി അവന്റെ കൈ തന്നെ. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. നിന്നോട് പറയാ, ദൈവം പറയാ, നീ സമഭൂമിയാകാൻ പോവാ. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ ചെവി തുറന്ന് കേട്ടോ. പൂർത്തിയാകത്തില്ലെന്ന് പറഞ്ഞില്ലയോ? അവിടെ ഒരു വാക്ക് കേൾക്കുമ്പോ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റി. ആ പണിയുടെ ഫിനിഷിംഗ് കല്ല്, ആ പണിയുടെ പൂർത്തീകരണ കല്ല് കൃപ എന്ന് ആർത്ത് വിളിച്ചോണ്ട് എന്റെ ജനം കയറ്റാൻ പോവാ. എന്നിട്ട് ഒന്നുകൂടെ കേട്ടോ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. അവന്റെ കൈ തന്നെ. നിനക്ക് 90 വയസ്സായിട്ടല്ല, നിന്റെ ഈ കാലത്തിൽ തന്നെ തുടങ്ങി വെച്ചത് പൂർത്തിയാവും. ഈ മാസങ്ങളിൽ തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ, ഈ വർഷം തന്നെ നിന്റെ തോളെ തട്ടി ദൈവം പറയുക, അത് ഫുൾഫിൽ ചെയ്യുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒത്തിരി കാര്യം പറയാനാ വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
43 അധ്യായം 6 വാക്യം. അതോടെ പറഞ്ഞിട്ട് ഞാൻ വടക്കിനോട് തരിക എന്നും ഞാൻ വടക്കിനോട് തരിക എന്നും തരിക എന്നും തെക്കിനോട് തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക. ദൈവം കൽപ്പിക്കാൻ പോവാ. തടുത്തു വെക്കരുത്, തടഞ്ഞു വെക്കരുത്. നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, ഒതുക്കി വെക്കാൻ പറ്റത്തില്ല, തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് തരിക. അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്റെ നന്മകളെ ബന്ധിക്കുന്ന ചിലതിനോട് ദൈവം പറയാ, വിട്ടു തരിക, തടുത്തു വെക്കരുത്. ആഭിചാരങ്ങളെ തടുത്തു വെക്കരുത്, ദുർമന്ത്രവാദിയെ തടുത്തു വെക്കരുത്. എന്റെ ജനത്തിനു മേൽ വെളിപ്പെടട്ടെ നന്മ. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്ത് മനസ്സിനകത്ത് പറയാം. സത്യത്തിൽ ഞാൻ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിടുക എന്ന് പ്രസംഗിക്കാനായി ഇവിടെ വന്നേ. പറമോനെ, ഇനിയും തടഞ്ഞു വെക്കരുത്. വെച്ചാൽ നിന്റെ ദേശത്ത് ഒറ്റ മൃഗം കാണുക. ദൈവം പറയുക മോശയോട്, പറവനോട് എന്ന് പറ, നിന്റെ ദേശത്ത് ഒറ്റ മൃഗം ജീവിച്ചിരിക്കാതെ മുഴുവൻ തീർന്നു പോകും. എൻ്റെ ജനത്തെ വിടണം, ഇനിയും തടസ്സപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ കൈ നിന്നെ തടസ്സപ്പെടുത്തിയവനെ പ്രതികൂലമാകും. നിനക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമാകുമെന്ന് പ്രവചിച്ച് നിർത്താൻ പോവുക. നിന്നെ തടസ്സപ്പെടുത്തിയ ചിലർക്ക് ദൈവത്തിൻ്റെ കൈ പ്രതികൂലമാകുന്നു. നിന്നെ തടസ്സപ്പെടുത്തിയ ചിലർക്ക് നിനക്കറിയാം ചില തടസ്സം എവിടാന്ന്. ഇങ്ങനെ വരേണ്ട ആളല്ല നീ, ഇങ്ങനെ കിടക്കേണ്ട ആളല്ല നീ. നിനക്ക് ചില പേരറിയാം. ദൈവം പറയാ, പേടിക്കണ്ട, നിന്നെ തടസ്സപ്പെടുത്തിയവന് ദൈവത്തിന്റെ കൈ. ഇത്രയുള്ള തടസ്സം. ദാനിയേൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിച്ച അന്നേ തമ്പുരാൻ മറുപടി വിട്ട. പക്ഷെ 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു പറഞ്ഞു, മറുപടി അവിടെ നിന്നാ മതി. നമുക്ക് 21 കൊല്ലമായെന്നേ ഉള്ളൂ. ദാനിയേലിന്റെ പ്രാർത്ഥന അങ്ങോട്ട് ശക്തിപ്പെട്ടു. സ്വർഗം പെട്ടെന്ന് ദൂതന്മാരുടെ കൗൺസിൽ വിളിച്ചു. ചോദിച്ചു, എന്റെ ദാസന്റെ മറുപടി പകുതി വഴിയിൽ തടഞ്ഞു കിടക്കുക. ആര് പോകും? ആര് പോയി? പ്രധാന ദൂതനായ മീഖായേൽ പറഞ്ഞു, ഞാൻ പോകാം. ആ പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ വെട്ടി മാറ്റി മറുപടി പ്രാർത്ഥിച്ചവന്റെ കയ്യിൽ കൊടുക്കാം. നിന്റെ മറുപടിയുടെ തടസ്സം അന്തരീക്ഷത്തിൽ തടഞ്ഞത്, മണ്ണിൽ തടഞ്ഞത്, ദേശത്ത് തടഞ്ഞത്, വീട്ടിൽ തടഞ്ഞത്, ജോലിയിൽ തടഞ്ഞത്, കുടുംബജീവിതത്തിൽ തടഞ്ഞത്, ഇന്ന് പ്രധാന ദൂതൻ കണ്ടോ, ആളിക്കത്തുന്ന തീ പോലെ ഇതിനകത്ത് ദൈവകൃപ ജ്വലിക്കുക, ദൈവകൃപ ജ്വലിക്കുക. നിന്റെ മറുപടി വായുവിൽ തടഞ്ഞെങ്കിൽ, നിന്റെ മറുപടി മണ്ണിൽ തടഞ്ഞെങ്കിൽ, നിന്റെ മറുപടി സ്വപ്നത്തെ തടഞ്ഞെങ്കിൽ, ദൈവം പറയുക, ഞാൻ എൻ്റെ ദൂതനെ അയക്കും. പിന്നത്തെ കുറച്ച് തടസ്സം അടുത്ത യോഗത്തിലെടുക്കാം. എന്നിട്ട് എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് ഈ സാത്താൻ ഈ കർത്താവിൻ്റെ അടുക്ക പമ്മി ചെന്നേച്ച് പറഞ്ഞു, നമുക്ക് ഒരാകാശ വിസിറ്റ് നടത്താൻ വരുന്നു എന്ന് ചോദിച്ചു. ഈ കർത്താവിന് സാത്താനെ പേടിയില്ലാത്തതുകൊണ്ട് കർത്താവ് കൂടെ പോയി.
അപ്പൊ സാത്താൻ വന്നിട്ട് ലാലുവിനെ വിളിക്കുക, നമുക്കൊരാകാശ വിശുദ്ധെന്ന് പറഞ്ഞാൽ പോവോ? പോ. ഇനി ഞാൻ ഏതാണ്ട് കറുത്തുടുപ്പിട്ട് വന്നേ ഉള്ള, വിറയിൽ ഇതുപോലെ മാറിയിട്ടില്ല. പുള്ളിയുടെ കാര്യമല്ല, പുള്ളിക്കറിയാം പുള്ളിയുടെ കാര്യമല്ലെന്ന്. ശ്രദ്ധിക്കണം. മേളിൽ ചെന്നപ്പം പറഞ്ഞു, ഇതിന്റെ മുഴുവൻ ആധാരം നേണ്ടേ എൻ്റെ കയ്യിൽ, ആരും കാണുന്നില്ല. എന്നെ ഒന്ന് വീണൊന്ന് ആരാധിച്ച ഇപ്പം ഞാൻ ഒപ്പിടുക. കർത്താവ് മേളിൽ ചെന്നേച്ച് പറഞ്ഞു, എടാ എന്നെ ആരാധിക്കാവൂ എന്നാ ബൈബിൾ എഴുതിയേക്കുന്നത്. എന്നെ മാത്രമേ ആരാധിക്കാവൂ. ഞാൻ നിന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഗ്ലോറി. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ആരാധന ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് പലരും ആരാധനയ്ക്ക് വന്നേച്ച് മറ്റേ പുള്ളി ഇങ്ങനെ കൊണ്ട് എല്ലായിടും കാണിച്ചു വെച്ച് പറഞ്ഞു ഒപ്പിട്ടാൽ മതി ഇത് തരുമെന്ന് പറഞ്ഞപ്പോൾ പലരും ഒപ്പിടാൻ പോയി. അത് പ്രസംഗിക്കാനായിരുന്നു വന്നേ. ഒപ്പിടാൻ പോകാത്തവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതൊക്കെ അടുത്ത ആഴ്ച പ്രസംഗിക്കാം. നല്ല രാമയും പറഞ്ഞാട്ട് വല്ലവരും പറഞ്ഞു കേട്ടോണ്ട് ഒപ്പിടാൻ പോകല്ലേ. സ്തോത്രം. അവൻ നിന്നെ ഒപ്പിക്കുഴപ്പിച്ച് കളയും. പോട്ടെ, ഞാനത് പറഞ്ഞ് നിർത്തുവാ. സ്തോത്രം. അതിനു മുമ്പേ വന്നിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണ്, ഈ കല്ല് ഈ സാധാ യേശു ആന്നേ സാത്താൻ ഒരു പ്രശ്നവുമില്ല, 1000 യേശുക്കൾ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ക്രിസ്തു ആന്നേ പ്രശ്നം. ഒരു ഉൽപ്പത്തി പ്രവചനം കിടക്കുക, സ്ത്രീയുടെ സന്തതി യേശു ആന്നേ പ്രശ്ന. അപ്പൊ പറഞ്ഞു ഈ കല്ലൊന്ന്. കർത്താവ് പറഞ്ഞെടാ, നീ രാവിലെ ഇഡലി തിന്ന് വളരുന്ന പിള്ളേരെ കണ്ടിട്ടുള്ളൂ. ഞാൻ വന്നത് വചനം തിന്ന് വളരുന്ന ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ പോവാ. അവര് നിനക്ക് ഭീഷണിയായിരിക്കും. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതിനാലും ദുഷ്ടനെ ജയിച്ചിരിക്കാനും നിങ്ങൾ കരുതുന്നത്